എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ ആ ചങ്ങലയിലുള്ള ബലമില്ലാത്ത ഒരൊറ്റ കണ്ണി മതി. അതുപോലെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊറ്റ കുറവ് മതി നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ തകർക്കാൻ. പിന്നെ നാം മറ്റുള്ളവർക്ക് വേണ്ടി മാറാതെ നമ്മളായി തന്നെ ജീവിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് വേലിക്കപ്പുറം തന്നെ നിൽക്കട്ടെ. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. മുൻവിധികളെ അകറ്റി നിർത്തി മാറ്റം നമുക്ക് സാധ്യമെന്ന് ചിന്തിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുക. നല്ല ആരോഗ്യമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ കുറേ കാലം ജീവിച്ച് എത്രയോ ആൾക്കാർ മരിച്ചു പോകുന്നു. ഇത് പാപമല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് ചെയ്തു വെക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ധാരാളം സമ്പത്ത് കയ്യിലുണ്ടായിട്ടും സംതൃപ്തമായ സമ്പത്ത് ഉണ്ടായിട്ടും മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ മരിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതും പാപമല്ലേ? ഒഴിവ് വേളകൾ ധാരാളം ഉണ്ടായിട്ടും പ്രസക്തമായ ഒന്നും ചെയ്തു തീർക്കാൻ സാധിക്കാത്ത എത്രയോ ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ശേഷിയുള്ള മക്കൾ ധാരാളം ഉണ്ടായിട്ടും ആഗ്രഹിച്ച വിധം അവരെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത എത്രയോ രക്ഷിതാക്കളുണ്ട്, ഇല്ലേ? നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ചില ദൈവിക തീരുമാനങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ നമ്മുടെ ഒപ്പം കൂടി വരുമ്പോഴേ നമ്മുടെ ജീവിതം ധന്യമാകൂ. ആനന്ദമുള്ള മനസ്സ് ആത്മവിശ്വാസത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും പ്രതീകമാണ്. സന്തോഷകരമായത് സ്വീകരിക്കാനും പകർന്നു കൊടുക്കാനും മനസ്സിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു വെക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടോ സാന്ത്വനമാകുന്ന ഒരു വാക്കുകൊണ്ടോ ആനന്ദമാവുന്ന സുഗന്ധത്തെ വ്യാപിപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. കുറേയേറെ ബന്ധങ്ങളുടെ ഇടയിലാണ് നമ്മുടെയൊക്കെ ജീവിതം. എന്നാൽ നന്മയേക്കാൾ ബന്ധങ്ങളിലെ പോരായ്മകളാണ് പറയാനും പരസ്യപ്പെടുത്താനും നമുക്ക് ആവേശം. വാക്കുകൾ കൊണ്ടോ അനാവശ്യമായ തർക്കങ്ങൾ കൊണ്ടോ നന്ദികേട് കൊണ്ടോ ആരോടും ക്ഷമിക്കാതിരിക്കുന്നത് കൊണ്ടോ ഇരുൾ പരത്തേണ്ടതല്ല നമ്മുടെ ജീവിതം. ആര് എപ്പോൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത യാത്രയാണ് ജീവിതം. അങ്ങനെ ഒരുമിച്ചുള്ള ഈയൊരു യാത്ര അല്പദൂരം മാത്രമെന്നിരിക്കെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരോട് വഴക്കിടുന്നതും തർക്കിക്കുന്നതും ശണ്ട കൂടുന്നതും പിണങ്ങി നടക്കുന്നതും? ജീവിതം എത്ര നശ്വരമാണെന്നും ചെറുതാണെന്നും മനസ്സിലാക്കിയാൽ ഉള്ള കാലം നമുക്ക് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നന്ദിയോടെ, പരസ്പരം മാപ്പ് കൊടുത്തുകൊണ്ട്, തെറ്റുകൾ പൊറുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ see you.